അല്ല, SNDP യോഗവുമായി ഞങ്ങൾക്ക് ഒരു അഭിപ്രായ ഭിന്നതയും ഈ കാര്യത്തിൽ ഇല്ല. അവരുടെയൊക്കെ സഹായങ്ങൾ ഞങ്ങൾ അവരോട് ചോദിക്കുന്നുണ്ട്. അവരുടെ ഒരു സഹായങ്ങൾ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾക്ക് ലഭ്യമാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇത് SNDP യോഗവും അല്ലെങ്കിൽ ഈ സമ്മേളനവും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഒരിക്കലും ഉണ്ടാകത്തില്ല. അല്ല, ഇത് ശിവഗിരി സംഘാടകർ എന്ന് പറയുന്നത് ശിവഗിരി മഠവും അതുകൂടാതെ തന്നെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടോട് ചേർന്നാണ് ഞങ്ങളിത് പ്രോഗ്രാം നടത്തുന്നത്. എന്തോ അല്ല, അത് ശിവഗിരി മഠത്തിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. അത് മംഗലാപുരത്ത് ശിവഗിരിയും ആർട്ട് യൂണിവേഴ്സിറ്റിയും നടന്ന അതിൻ്റെ കണ്ടിന്യൂഷനാണ്. സോ ഇതായി പിന്നെ ഞങ്ങൾ തെലങ്കാന ചെയ്യും, അതുപോലെ തമിഴ്നാട് ചെയ്യും. ദിസ് കണ്ടിന്യൂസ് ഓഫ് ദിസ് ഐഡിയൽസ് ഓഫ് ഗുരു ആൻഡ് ഗാന്ധി മോസ്റ്റ് റെലവൻസ്. സോ അതും ഇന്നും നോട്ട് നോ another 100 years relevance is there. സോ അതുകൊണ്ടാണ് അതാണ് ഇനിഷ്യേറ്റീവ്. മറ്റ് സംസ്ഥാനങ്ങളിലും ഇതേ രൂപത്തിൽ തന്നെ നടത്തുവാനുള്ള ഒരു ആലോചന ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. ഞങ്ങൾ ആ കാര്യത്തിൽ മുൻകൈ എടുക്കുന്നതാണ്. ശിവഗിരി മഠത്തിലെ ജ്ഞാനതീർത്ഥ സ്വാമികളായി ഇതിൽ പങ്കെടുക്കേണ്ടതാണ്. അദ്ദേഹത്തിന് അത്യാവശ്യമായി കോഴിക്കോട് പോകേണ്ടി വന്നു. ഇന്നലെ രാത്രി പോയതാണ്. ഇന്നലെ രാത്രി ഞങ്ങളുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. പകരം ശിവഗിരി മഠത്തിൽ നിന്നൊരു സ്വാമി എത്തുമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് പെട്ടെന്ന് പനിയായി പോയതുകൊണ്ട് എത്താൻ കഴിഞ്ഞില്ല. സ്വാമിമാർ കൂടി ഇതിൽ പങ്കാളികളാണ്. ഏതാ? അല്ല, അതിൻ്റെ ഇത് പൊതുവേ നടക്കുന്ന ഒരു പിന്നെ പരിപാടിയാണ്. അത് കനകോലുവിൻ്റെ നിർദ്ദേശം ഈ കാര്യത്തിലൊന്നുമില്ല. അങ്ങനെ ആ ഒരു വ്യാഖ്യാനം ദയവായി നിങ്ങൾ നടത്തരുത്. ദേശാഭിമാനിയിലെ നാളത്തെ ബോക്സ് ന്യൂസ് ഇതാണോ? പറഞ്ഞല്ലേ മംഗലാപുരം ചെയ്ത കണ്ടിന്യൂഷനാണ്. മംഗലാപുരം ചെയ്ത കണ്ടിന്യൂഷനാണ്. ഡിസംബർ 3-ാം തീയതി മംഗലാപുരം ചെയ്ത 4 മാസം മുമ്പ്. അതാണ് കണ്ടിന്യൂഷൻ. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? ഇതാണ് പ്രധാനപ്പെട്ട ചോദിക്കാനുണ്ടായിരുന്നത്. ചോദിച്ചു. എന്തോ ഇല്ല, അത് ഫൈനലൈസ് ചെയ്തിട്ടില്ല. അത് പിന്നെ ഫൈനലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കും. വിശാല അർത്ഥത്തിലുള്ളൊരു പരിപാടിയാകുമ്പം ശിവഗിരി മഠത്തിൻ്റെയും കൂടെ അറിവോടുകൂടി നടത്തുമ്പോൾ എല്ലാവരുടെയും കൂടെ ഒരു സാന്നിധ്യവും അതുകൊണ്ടാണ് ഞങ്ങൾ നടത്തുന്നത്. നാനാജാതി മതത്തിൽപ്പെട്ടവരെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അവരുടെ പങ്കാളിത്തം ഞങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട്. ആ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നു എന്ന് പറയുമ്പോൾ വിവിധ ജാതിയിൽപ്പെട്ട ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുക മാത്രമല്ല, അതാണ് ഞങ്ങൾ വന്ദനം എന്നുള്ള നിലയിൽ അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു പങ്കാളിത്തം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്.